ശ്രീ സാർ നമസ്കാരം. കേരളത്തിൽ ദിവസവും ലഹരിയെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ ദിവസം നമ്മളും ഒരു ചർച്ച നടത്തിയിരുന്നു. പക്ഷേ നിരന്തരമായി ഓരോ ദിവസവും വരുന്ന വാർത്ത എന്ന് പറയുന്നത് രാസലഹരി കൊണ്ട് യുവാക്കളുടെയും കുട്ടികളുടെയും ഒക്കെ ശരീരത്തിൽ രാസലഹരിയുടെ ഉപയോഗം വളരെ കൂടുതലാണെന്നും അതുമായി ബന്ധപ്പെട്ട് അവരുടെ ജീവിതം തന്നെ തകർന്നു പോകുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്നും നമുക്ക് നിരന്തരമായി വാർത്തകൾ കേൾക്കുകയാണ്. ഇപ്പോൾ കേരളത്തിലെ ഈ ഒരു അവസ്ഥയുമായി ബന്ധപ്പെട്ട് ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷാ ഒരു പ്രധാനപ്പെട്ട നിരീക്ഷണം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. വളരെ കർശനമായിട്ട് തന്നെ ഈ ലഹരി മാഫിയയെ നിയന്ത്രിക്കും, അതുപോലെ തന്നെ ഭാരതത്തിൽ നിന്ന് ഈ ലഹരി മാഫിയയെ തുടച്ചു നിൽക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യും എന്നാണ് അമിത്ഷാ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ BJP സംസ്ഥാന ഘടകവും ഈ കാര്യത്തിൽ അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അമിത്ഷായ്ക്ക് ഇന്നലെ ഒരു കത്ത് നൽകിയിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് അമിത്ഷായുടെ ഈ ഒരു വാക്ക് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും കേന്ദ്രം ഒരു തീരുമാനമെടുത്ത് ഇക്കാര്യത്തിൽ ഇടപെടുമ്പോൾ അതിൽ കുറച്ചുകൂടി മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ടോ? പാർത്ഥൻ നമസ്കാരം. നമ്മൾ ഇതിൻ്റെ ഒരു പശ്ചാത്തലം നോക്കിയാൽ നമ്മുടെ നാട്ടിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത് പാർത്ഥൻ പറഞ്ഞതുപോലെ രാസലഹരിയാണ്. സിന്തറ്റിക് വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. മെത്ത് പോലെയുള്ള MDMA പോലെയുള്ള കുറേയധികം കാര്യങ്ങളാണ് ഇന്ന് ആൾക്കാർ ഉപയോഗിക്കുന്നത്. പണ്ട് കാലത്ത് ഒരുപക്ഷെ ഇതിൻ്റെ തുടക്കം നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുള്ളതുപോലെ മദ്യമായിരുന്നു, അല്ലെങ്കിൽ പുകവലിയായിരുന്നു, പിന്നീട് കഞ്ചാവായിരുന്നു. അപ്പോൾ ഇതെല്ലാം തന്നെ മാറിയതിന് ശേഷം ഇന്ന് കൂടുതലായിട്ടുള്ള കെമിക്കൽസ് ഒക്കെ ചേർന്നിരിക്കുന്ന രാസലഹരിയിലേക്ക് ആൾക്കാർ മാറിയിട്ടുണ്ട്. അത് ആൾക്കാർക്ക് സുലഭമായിട്ട് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അത് കേരളത്തിലെ മാത്രം സാഹചര്യമല്ല, രാജ്യമൊട്ടാകെ അത് നിലനിൽക്കുന്നുണ്ട്. ഇനി നമ്മൾ അന്താരാഷ്ട്ര തലത്തിലേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ പല രാജ്യങ്ങളിലും യുവത്വത്തിനെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് പോലും ഇത്തരത്തിലുള്ള രാസലഹരിയാണ്. അപ്പോൾ ഈ രാസലഹരി നമ്മുടെ നാട്ടിൽ ലഭ്യമാകുന്നു. അത് ഒരു വലിയ കണ്ണി ഇതിൻ്റെ വ്യാപനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. വേണ്ടുന്ന ആൾക്കാരെയൊക്കെ തന്നെ ഇവർ കണ്ടെത്തി അവർക്കത് കൊടുക്കുന്നു. പിന്നീട് ആ ആൾക്കാരെ നിരന്തരമായിട്ട് അവർക്ക് സപ്ലൈ കിട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് കാരിയർമാരായിട്ട് മാറ്റുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും ഇത് സ്കൂളുകൾ, കോളേജുകളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് യുവതലമുറയെയാണ് കൂടുതലായിട്ട് ഇവരിതിൽ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ പലതാണ്. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി എന്ന് പറയുന്നത്, നമ്മുടെ രാജ്യത്തിൻ്റെ ആക്ച്വൽ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമ്മുടെ യുവത്വമാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഭാവിയെ നയിക്കേണ്ടുന്ന, നമ്മുടെ രാജ്യത്തിനെ നാളെ നയിക്കേണ്ടുന്ന, നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടുന്ന, ഏറ്റവും മികച്ച നിലയിൽ പ്രവർത്തിക്കേണ്ടുന്ന യുവാക്കളെ ഈ ഒരു സമയത്ത് തന്നെ അവരെ മൊത്തത്തിൽ മാനസികമായും ശാരീരികമായും ബൗദ്ധികമായും ഒക്കെ തന്നെ തളർത്തി അവരെ നമ്മളീ പറയുന്ന പോലെ ചത്തതിനൊക്കമേ ജീവിച്ചിരിക്കലും എന്ന രീതിയിലത്തേക്ക് മാറ്റുകയും പിന്നീട് കൂടുതൽ അപകടകാരികളാക്കി മാറ്റുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലത്തേക്ക് ഒരു വലിയ കണ്ണി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അത് ആഭ്യന്തരമായിട്ടുണ്ട്, ഒരുപക്ഷെ രാജ്യത്തിന് ബാഹ്യമായിട്ടും ഇത്തരത്തിലുള്ള ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ടാകും. എന്തായാലും ഇതിൻ്റെ സപ്ലൈസ് ഒക്കെ നമ്മുടെ രാജ്യത്ത് വരുന്നുണ്ട്. അത് ആൾക്കാർക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുമില്ലാതെ കിട്ടുന്നുമുണ്ട്. പല മേഖലകളിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിപത്ത് നേരത്തെ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസ രംഗത്താണ്. സ്കൂൾ കോളേജുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ചെറിയ പ്രായത്തിലുള്ള പെൺകുട്ടികളെ വരെ ഇതിൻ്റെ ഉപഭോക്താക്കളാക്കി മാറ്റിക്കൊണ്ട്, ഇതിൻ്റെ കാരിയർമാരാക്കി മാറ്റിക്കൊണ്ട്, ഇവരെ വീടുകളിൽ നിന്ന് പോലും അകറ്റി നിർത്തുന്ന രീതിയിലത്തേക്ക് ഇവരെ സ്വാധീനിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ മാഫിയയ്ക്ക്, ഈ ഡ്രഗ് റാക്കറ്റിനൊക്കെ തന്നെ പ്രവർത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രശ്നത്തിനെ സാധാരണ ഒരാൾ സ്വയം നശിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് സമൂഹത്തിനെ, കുടുംബത്തിനെ ഒക്കെ തന്നെ നശിപ്പിക്കുന്ന രീതിയിലത്തേക്ക് ഈ ലഹരി ഉപഭോഗം മാറിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ഒരുപക്ഷെ നമ്മുടെ സാധാരണ ഒരു മനുഷ്യനുണ്ടാകാവുന്ന വികാരങ്ങളൊക്കെ തന്നെ മാറി ഈ രീതിയിൽ വലിയ ക്രോധം അവരെ ഭരിക്കുന്ന രീതിയിലത്തേക്ക്, ഈ നമ്മൾ ചോര കണ്ടു കഴിഞ്ഞാൽ യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുമില്ലാത്ത രീതിയിലത്തേക്ക്, ഏറ്റവും വലിയ ക്രൂരത ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന രീതിയിലത്തേക്കൊക്കെ തന്നെ ഇവരുടെ മാനസിക നിലയെ തന്നെ പരിവർത്തനം ചെയ്യുന്ന രീതിയിലത്തേക്ക് പ്രവർത്തിക്കുന്ന രാസലഹരിയുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരുപക്ഷെ നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലത്തേക്കുള്ള കൊടും ക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ രാജ്യത്തിനെ മൊത്തത്തിൽ നശിപ്പിക്കുന്ന, കാർന്ന് തിന്നുന്ന രീതിയിലത്തേക്കുള്ള ഒരു ലഹരിയായിട്ട് ഇത് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു വ്യക്തിയെ നശിപ്പിക്കുന്നു, ഒരു കുടുംബത്തെ നശിപ്പിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഫിസിക്കൽ ഹാം തന്നെ ഉണ്ടാക്കുന്നുണ്ട്. സൊസൈറ്റിയിൽ ഒരു വലിയ അൺട്രസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. നമുക്കിപ്പോൾ നമ്മുടെ നാട്ടിൽ പോയിട്ട് ഒരു ചെറിയ റോഡിലെ ഒരു കശപിശ ഉണ്ടെങ്കിൽ പോലും അതിൽ ഒരു അഭിപ്രായം, നമ്മുടെ ഭാഗത്താണ് ന്യായമെങ്കിൽ പോലും, ഒരു വാഹനം ഓടിക്കുന്ന സമയത്ത് പോലും നമ്മളൊരു തർക്കത്തിലേക്ക് ഏർപ്പെടുന്നത് നല്ലതല്ല എന്ന രീതിയിലത്തേക്കുള്ള ഒരു ചിന്ത പോലും ആൾക്കാരിലുണ്ട്. കാരണം അപ്പുറത്ത് നിൽക്കുന്ന ആൾ ഇതൊക്കെ തന്നെ ഉപയോഗിച്ചിട്ടാണോ നിൽക്കുന്നത്, ഏത് രീതിയിൽ പ്രതികരിക്കും എന്നൊന്നും പറയാൻ കഴിയില്ല. അപ്പോൾ സ്വയം നമ്മൾ ഉൾവലിഞ്ഞ് നമ്മുടെ കാര്യം നോക്കി മാത്രം നടക്കുന്ന രീതിയിലത്തേക്കും, ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അതിൽ ഇടപെട്ടുകൊണ്ട് തിരുത്തലിന് വേണ്ടി ശ്രമിക്കുക പോലും ചെയ്യാത്ത രീതിയിലത്തേക്ക് നമ്മളെ പിന്തിരിപ്പിക്കുന്ന രീതിയിലത്തേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അത്രത്തോളം വ്യാപകമായിട്ട് എല്ലാ ആൾക്കാരിലേക്കും ഈ ലഹരി എത്തുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്.
അപ്പോൾ ഇതിനെ ചെറുക്കുന്നതിന് വേണ്ടി സംസ്ഥാനത്തിൻ്റെ ഭാഗത്തു നിന്ന് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് എന്ത് തരത്തിലുള്ള നടപടികളാണ് സ്വീകരിക്കാനായിട്ട് കഴിയുക? സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യാപകമായിട്ട് സർക്കാർ ശ്രമിക്കുന്നത് ബോധവൽക്കരണത്തിനാണ്. ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നത് ബോധവൽക്കരണത്തിന് മാത്രമുള്ള കാലം കഴിഞ്ഞുപോയി എന്നാണ്. നമുക്കിപ്പോഴും ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് സ്കൂളുകളും കോളേജുകളും ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് ക്യാമ്പയിനുകൾ നടത്താം, സത്യപ്രതിജ്ഞയൊക്കെ തന്നെ ചൊല്ലിക്കൊടുക്കാം, ഇതൊക്കെ തന്നെ ചെയ്യാം. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇതെങ്ങനെയാണ് തടയേണ്ടത്? അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കൂടുതൽ ഉണർന്നുള്ള ഒരു പ്രവർത്തനം ആവശ്യമാണ്. ഇതിൻ്റെ കണ്ണിയിലെ ഏറ്റവും ഇങ്ങേയറ്റം മുതൽ ഏറ്റവും അങ്ങേയറ്റം വരെ ഈ കണ്ണി പൂർത്തിയാക്കിക്കൊണ്ട് ഇതിൽ നിന്ന് ആൾക്കാരെ കണ്ടെത്തുന്നതിന് വേണ്ടിയും ഇതിൻ്റെ സപ്ലൈ കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ആത്മാർത്ഥമായിട്ടുള്ള ശ്രമം സംസ്ഥാന സർക്കാരിൻ്റെ നമ്മുടെ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ഒപ്പം ഇതിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച്, അതായത് നമ്മൾ ഈ കേവല ബോധവൽക്കരണം എന്നതിനപ്പുറത്തേക്ക് ഇതുകൊണ്ട് ഇന്ന രീതിയിലത്തേക്കുള്ള ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാവുക എന്നതുമായി ബന്ധപ്പെട്ട് രക്ഷകർത്താക്കളെ കൂടി അറിയിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്തം അതാത് സ്കൂളുകൾക്കൊക്കെ തന്നെ ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്. കുട്ടികളെ നിങ്ങൾ എങ്ങനെയാണ് ഒബ്സർവ് ചെയ്യേണ്ടത്, എന്ത് തരത്തിലുള്ള സ്വഭാവ വ്യതിയാനങ്ങളാണ് നോക്കേണ്ടത്, അവരുടെ കൂട്ടുകെട്ടും മറ്റും നിങ്ങൾ എങ്ങനെയാണ് പരിശോധിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി രക്ഷകർത്താക്കളും കൂടുതൽ ബോധവാന്മാരാകേണ്ടുന്ന ആവശ്യമുണ്ട്. അപ്പോൾ എൻഫോഴ്സ്മെൻറ്റും ബോധവൽക്കരണവും എല്ലാം തന്നെ ഹാൻഡ് ഇൻ ഹാൻഡായിട്ട് പ്രവർത്തിക്കേണ്ടതാണ്. ഇതിലേതെങ്കിലും ഒന്ന് മാത്രം പ്രവർത്തിച്ചതുകൊണ്ട് കാര്യമില്ല. ഈ ഒരു ഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഡിഫൻസ് മെഷേഴ്സ് ഒക്കെ തന്നെ അപര്യാപ്തമാണ് എന്ന് തോന്നുന്ന രീതിയിലത്തേക്കാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ കൂടുന്നത്. കാരണം ഈ രാസലഹരിയൊക്കെ തന്നെ വളരെ വ്യാപകമായിട്ട് ആൾക്കാരിലേക്ക് എത്തുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ പ്രായത്തിലുള്ള പെൺകുട്ടികളിലേക്ക് വരെ എത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള എല്ലാ ചെക്ക് ബോക്സുകളും അത് ടിക്ക് ചെയ്തതിന് ശേഷമാണ് ഒരുപക്ഷെ അവരിലേക്ക് എത്തുക. അങ്ങനെ സമൂഹത്തിനെ കാർന്നു തിന്നുന്ന രീതിയിലത്തേക്ക് ഇത് മാറിയിട്ടുണ്ടെങ്കിൽ അതിൽ കേവലം സംസ്ഥാനങ്ങളുടെ ഭാഗമായിട്ടുള്ള ഒരു ചെറുത്തുനിൽപ്പ് മാത്രം മതിയാകുമെന്ന് തോന്നുന്നില്ല. ഈ ഒരു ഘട്ടത്തിലാണ് ഒരുപക്ഷെ കേന്ദ്രത്തിന് ഇതിലേക്ക് ഇടപെടാൻ സാധിക്കുന്നതും ലഹരി വിമുക്തമായിട്ടുള്ള ഒരു ഭാരതം എന്ന ഒരു സന്ദേശത്തിനെ കൃത്യമായി ആൾക്കാരിലേക്ക് എത്തിക്കുന്ന രീതിയിലത്തേക്കുള്ള നടപടികൾ സ്വീകരിക്കേണ്ടി വരുന്നതും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ശ്രീ അമിത്ഷാ സംസാരിക്കുമ്പോൾ എത്ര ലഹരിയുമായി ബന്ധപ്പെട്ട കേസുകളിൽ എത്ര ആൾക്കാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, എത്ര ആൾക്കാരുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ പൂർത്തിയായിട്ടുണ്ട്, എത്ര പേരെ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ബോധവൽക്കരണം ഒപ്പം അതിൻ്റെ എൻഫോഴ്സ്മെൻറ്റ് കൃത്യമായി പ്രവർത്തിക്കുന്ന രീതിയിലത്തേക്ക് സംസ്ഥാനങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതിനും കൂടുതൽ സ്വാതന്ത്ര്യം ഒരുപക്ഷെ ഉപയോഗിക്കുന്നതിനുമൊക്കെ തന്നെ കേന്ദ്ര ഏജൻസികൾക്ക് സാധ്യമാകേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കോർഡിനേറ്റഡ് എഫേർട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്ന് പറയുന്നത് അങ്ങേയറ്റം ശുഭകരമായിട്ടുള്ള ഒരു വാർത്തയാണ്. ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് സംസ്ഥാന സർക്കാരിൻ്റേതായിട്ടുള്ള ഇടപെടൽ എവിടെയെങ്കിലും അത് പ്രശ്നമാകുന്നുണ്ടെങ്കിൽ, അത് പയ്യെ പോകുന്നുണ്ടെങ്കിൽ, ബോധവൽക്കരണത്തിലേക്ക് മാത്രം സംസ്ഥാന സർക്കാർ പോകുന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നതിനും അവരുടെ അനോണിമിറ്റി കീപ്പ് ചെയ്യുന്നതിനും എന്നാൽ അതുമായി ബന്ധപ്പെട്ട കൃത്യമായ ഇടപെടൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിനും ഒരുപക്ഷെ കേന്ദ്രത്തിൻ്റെ ഇടപെടൽ അങ്ങേയറ്റം സഹായകമായേക്കാം. ഇനി ഇത് കൂടാതെ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് ഒരു ഹാൻഡ് ഷേക്ക് അവിടെ ഉണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ട് മ്യൂച്വലി വിവരങ്ങൾ കൈമാറുകയും ഏതൊക്കെ സ്ഥലത്താണ് കേന്ദ്രത്തിൻ്റെ സഹായം സംസ്ഥാനത്തിന് ആവശ്യമുള്ളത്, ഇപ്പോൾ ഇൻ്റർ സ്റ്റേറ്റ് ആയിട്ടുള്ള ഒരു ട്രാൻസാക്ഷനാണ് ഇതിൽ നടക്കുന്നത്. പുറത്തുനിന്ന് ഇങ്ങോട്ട് സാധനങ്ങൾ വരുന്ന രീതിയിലത്തേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്. അത് ഇവിടെ നിന്നാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് ആൾക്കാർ പോയി അത് കണ്ടുപിടിക്കുന്നതിന് പകരം കേന്ദ്രത്തുമായി കോർഡിനേറ്റ് ചെയ്താൽ കേന്ദ്രം ഇതര സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ഒരു കണ്ണി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി, ഒരു ചങ്ങല പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുറേയധികം കോർഡിനേറ്റഡ് എഫേർട്ടുകൾ സാധ്യമാകും. അപ്പോൾ അതിന് കൃത്യമായ ഫോക്കസ് ഉണ്ടെങ്കിൽ അത് രക്ഷിക്കുക കേവലം ഇന്നുള്ള വ്യക്തികളെ മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാളത്തെ ഭാവി ഭാരതത്തിനെ കൂടിയാണ്. കാരണം നമ്മുടെ രാജ്യത്തിനെ നിയന്ത്രിക്കേണ്ടത് ബൗദ്ധികമായിട്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ രാജ്യത്തിനെ അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോകേണ്ടത് ഈ ചെറുപ്പക്കാരാണ്. അവരെ സ്വാധീനിക്കുന്ന രീതിയിലത്തേക്കുള്ള ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ ഇല്ലാതെയാക്കുക. കാരണം നമ്മളെ രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്കിപ്പോൾ തന്നെ നേരിടേണ്ടതായിട്ടുള്ള കുറേയധികം പ്രശ്നങ്ങളുണ്ട്. നമ്മളൊരു വികസിത രാജ്യം ആയി മാറണമെങ്കിൽ. പക്ഷേ നമ്മൾ അവിടെ ആ എനർജി സ്പെൻഡ് ചെയ്തതിന് പകരം നമ്മുടെ യുവതലമുറ ഈ വഴിതെറ്റി പോകുന്നതിനെ കറക്റ്റ് ചെയ്യേണ്ടുന്ന രീതിയിലത്തേക്ക് വലിയ എനർജി സ്പെൻഡ് ചെയ്യേണ്ടുന്ന ഒരു ആവശ്യകത ഇവിടെയുണ്ട്. അപ്പോൾ അതിൽ കൂടുതലായിട്ട് ഫോക്കസ് കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് കൂടി ഉണ്ടെങ്കിൽ അത് കൃത്യമായി നല്ല ഡയറക്ഷനോടുകൂടി നല്ല ഫോക്കസോടുകൂടി പോകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കൂടുതലായിട്ടുള്ള ബെറ്റർ റിസൾട്ട് നമുക്ക് ആ കാര്യത്തിൽ ഉണ്ടാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസവും. തീർച്ചയായിട്ടും എന്തായാലും ഏറ്റവും അന്തിമമായി അല്ലെങ്കിൽ ഏറ്റവും പെട്ടെന്ന് തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ മയക്കുമരുന്ന് മാഫിയയെ നശിപ്പിക്കുക എന്നുള്ള കാര്യം. അത് നമ്മുടെ ഭാവി തലമുറയെ തന്നെ സംരക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. എത്രയും പെട്ടെന്ന് കേന്ദ്രത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടാവട്ടെ എന്ന് മാത്രമാണ് നമുക്ക് ഈ ഒരു അവസരത്തിൽ പറയാൻ കഴിയുക. എന്തായാലും ഈ ചർച്ചയുമായി സഹകരിച്ചതിൽ അങ്ങേക്ക് ഒരുപാട് നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.